സ്പർശം അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം അകലെയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം അകലെയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം ഇനിയെന്നുമെന്നും നിൻ കരലാളനത്തിൻ്റെ മധുര സ്പർശം അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ എവിടെയാണെങ്കിലും ഓർക്കുന്നു ഞാനെന്നും പ്രണയാദ്ര സുന്ദരമാ ദിവസം എവിടെയാണെങ്കിലും ഓർക്കുന്നു ഞാനെന്നും പ്രണയാദ്ര സുന്ദരമാ ദിവസം ഞാനും നീയും നമ്മുടെ സ്വപ്നവും തമ്മിലലിഞ്ഞൊരു പ്രിയ നിമിഷം ശുഭമുഹൂർത്തം അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം അകലെയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം ഇനിയെന്നുമെന്നും നിൻ കരലാളനത്തിൻ്റെ മധുര സ്പർശം അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ എൻ്റെ പേര് നിഷ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. വന്നപ്പം എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയതായിരുന്നു. എൻ്റെ മോള് ടൂറിന് പോയപ്പം ഞാൻ സോളോ ട്രിപ്പ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എവിടെയെങ്കിലും പോകണമെന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു 2 ഇയേഴ്സ് മുമ്പ് ഞാൻ അറിഞ്ഞതാണ്. അന്ന് ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വരാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അന്ന് പറ്റിയില്ല. പിന്നെ അപ്പം ഞാൻ നോക്കി ഈ ടൈമിങ് കറക്റ്റായിട്ട് അതിൽ വന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ പോവാമെന്ന്. എന്നിട്ട് അങ്ങനെയാണ് വന്നത്. ഇവിടെ വന്നപ്പം ഫുഡ് ഞാനും ഇതേപോലെ ഞാൻ വിചാരിച്ചു പച്ചക്കറികളായിരിക്കും ഫുള്ളും, കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്, വേവിക്കാത്ത പച്ചക്കറി അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല ഫുഡ് കഴിച്ചു. പിന്നെ കയാക്കിംഗ് എക്സ്പീരിയൻസ്, അതും പൃഥ്വീൻ്റെ കൂടെ ഞാൻ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ കുറേ നോളജ് കിട്ടി. കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ അത് എങ്ങനെയാണ് കറക്റ്റ് വേയില്ലാതെന്ന് അറിയത്തില്ല. പക്ഷെ അതിപ്പം ഞാൻ ക്ലിയർ ആയിട്ടുണ്ട് കുറേ. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നു. നല്ല ഫുൾ മോട്ടിവേഷനിലാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. താങ്ക് യു. ഞാൻ രാമകൃഷ്ണൻ, ഇവിടെ നിഷ. കാസർഗോഡിൻ്റെ കിഴക്ക് ഭാഗത്താണ്, ഏകദേശം ഇതേ ലൈനിലാണ് വരുന്നത്. ഇന്നലെ നമ്മൾ കയാക്കിങ്ങിന് പോയ സ്ഥലത്ത് നിന്ന് അത്രയും കൂടുതൽ യാത്ര ചെയ്താൽ അവളുടെ വീട്ടിലേക്ക് എത്തും. പിന്നെ അത്രയും കൂടി യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഞാൻ 2 വർഷം മുമ്പ് തന്നെ ഈ ക്യാമ്പിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിരുന്നു. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ മെമ്പറായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അസുഖം ബാധിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനോട് ഞാൻ ഇവിടെ വന്ന് നമുക്ക് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി സർവീസിലിരിക്കാൻ തന്നെ. അതിനുശേഷം ഞാനത് മനസ്സിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചായിരുന്നു. ഈയിടെ ഇവളോട് പറഞ്ഞു നമുക്കൊന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാമെന്ന്. അവൾ സമ്മതിക്കുകയും ഞങ്ങൾ വരികയായിരുന്നത്. കുറച്ച് വീട്ടിലും നാട്ടിലൊക്കെ തിരക്കുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഏകദേശം കുറച്ച് നല്ല ഒരു തീയതി നോക്കിയിട്ട് പിന്നെ ഞാൻ വന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷകൾക്ക് അനുസരിച്ചാണ് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ. നല്ല അന്തരീക്ഷമാണ്, മറ്റ് ബാഹ്യമായ ഇടപെടലുകളൊന്നും ഇല്ലാത്തൊരു കുന്നും പ്രദേശമാണ്.
ഏകദേശം ഞങ്ങളുടെ വീടും ഇതേപോലുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് അതിലൊരു പുതുമയൊന്നുമില്ല. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വളരെ നല്ലതാണ് ഇത്തരം സ്ഥലങ്ങൾ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതുതരം ഭക്ഷണവും ശീലിച്ച് നോൺ വെജ് ഒഴികെ ഏതും ശീലിക്കുന്നതും കഴിക്കുന്നതും എൻ്റെ ഒരു രീതിയാണ്. അതിൻ്റെ എനിക്ക് പ്രശ്നമില്ല. യാത്രയൊക്കെ പോയാൽ ഏത് ഭക്ഷണവും കഴിക്കും, ഏത് പരിതസ്ഥിതിയിലും കിടന്നുറങ്ങും. അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നും അതിനകത്തില്ല. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് മെനക്കെട്ട്, അതായത് പഠിച്ചതിന് ശേഷമാണ് സനൂപ്ജി ക്ലാസ് എടുക്കുന്നത്. ആ എഫർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് കടലോളം വായിച്ചാൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം വേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നതുകൊണ്ട് ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കും. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമേഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കാലത്ത് ഒന്ന് സഹായിച്ചെങ്കിലും അത് നമ്മുടെ അറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ ചെറിയൊരു താല്പര്യം അദ്ദേഹം കാണിക്കുകയുണ്ടായി. അപ്പം ഇനിയും ചിലപ്പോൾ ക്ലാസ്സുകളിൽ ഇവിടെ വരാം. ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ടീച്ചർ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 4 ദിവസമായി നടക്കുന്ന ക്യാമ്പ് വളരെ എൻജോയ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജനറേഷനല്ല, ഇനി വരുന്ന ജനറേഷനിലേക്ക് ഇതെത്തിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 1ാം ക്ലാസ്സിലാണ്. ഇത് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ ഭക്ഷണ കാര്യം, അവരുടെ വ്യായാമം. അപ്പോൾ ഇപ്പോഴത്തെ സിലബസിലെല്ലാം ഇത് കുറച്ച് ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും മുന്നിൽ നിർത്താൻ പറ്റുന്നത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1ാം ക്ലാസ്, അതായത് തറ കെട്ടുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ടീച്ചറും ഷീന ടീച്ചറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തറ ഉറപ്പില്ലെങ്കിൽ എന്തായാലും മേൽക്കൂര മുകളിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ അറിവ് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന മക്കളിലേക്കും കൂടെ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ 1ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അത് കുട്ടികളിൽ എത്തിക്കുന്നതിന് മുമ്പ് രക്ഷിതാക്കളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ കാര്യമായ ഒരു ബോധവൽക്കരണം രക്ഷിതാക്കളിലും കൂടി വേണം. പിന്നെ ഈ ക്യാമ്പിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. രാമചന്ദ്രൻ അയച്ചു തന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ചുറ്റുപാടോ ഈ പ്രകൃതി സൗന്ദര്യം എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് വീടുള്ളത്. ഇതൊന്നും ഒരു പുതുമയല്ല. പക്ഷേ ഫുഡ് ചെറിയൊരു പുതുമയുള്ള കാര്യമായിരുന്നു. അത് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യത്തെ ദിവസം ഉറക്കം വരുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നന്നായി ഉറങ്ങി. 4 ദിവസവും ഈ ബുദ്ധിമുട്ടുകളൊന്നും ഫുഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നല്ല ഒരു അനുഭവമാണ് ഉണ്ടായത് ഈ ഫുഡ് കഴിച്ചുകൊണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. നല്ല ഒരനുഭവമായി മാറ്റാൻ. പിന്നെ സാറിൻ്റെ ക്ലാസ് വളരെ എനർജറ്റിക് ആയിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഞാൻ കുറേ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് വേണം. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അടുത്ത സെഷൻ നമ്മൾ എടുക്കൂല. 2ാമത്തെ സെഷൻ വേറെ ടീച്ചറാണ് എടുക്കുന്നത്. പക്ഷെ സാറ് കണ്ടിന്യൂസ് ആയി നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അത് വളരെ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. പക്ഷെ സാറ് പഠിച്ചത് പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എന്തോ ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതാണ് പഠിച്ചത്. പക്ഷെ മാഷ് എന്നാലും ഈ ഹെൽത്ത് മേഖലയിൽ എത്ര ആഴത്തിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് നമുക്ക് ക്ലാസ് തരുന്നത്. നമ്മുടെ ഓരോ സംശയത്തിനും കറക്റ്റായി ഉത്തരം നൽകാൻ സാറിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ 4 ദിവസം നമുക്ക് വിദ്യ അഭ്യസിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാത്തിനും താങ്ക്സ്. ഹലോ, ഞാനും കുടുംബവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് പ്രദീപ്. ഈ ക്യാമ്പിനെ കുറിച്ചും സനൂപ്ജിയെ കുറിച്ചും ഞാനൊരു 2 വർഷം മുമ്പേ അറിഞ്ഞായിരുന്നു. 2 വർഷം മുമ്പല്ല, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഗ്രൂപ്പിൽ, ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. വിത്ത് ഫാമിലി വരാനായിരുന്നു ഞാൻ ഇത്രയും സമയം വൈകിട്ടുണ്ടായിരുന്നത്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ഹൈജീനിക് ലൈഫ് എന്ന ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവരോട് ഒരുക്കിയിട്ടുള്ളത്. 4 ദിവസമായി, കഴിഞ്ഞ 4 ദിവസം ഇവരുടെ ക്യാമ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായി. ഫാമിലി ലൈഫിലായാലും
ഫുഡ്, എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് വളരെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവൻ ഫുഡ് എന്താവും എന്നുള്ള ചിന്തയിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അവൻ എല്ലാം മാനേജ് ചെയ്തു. ഫുഡ് പ്ലേറ്റ്, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫുഡ് പ്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കഴിച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ പല ആൾക്കാരും വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവും ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഈ ഫുഡ് കഴിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല്ല എന്നുള്ളത്. ഞങ്ങൾക്കുണ്ടായിരുന്നു അത്. പലരും ചോറും ബാക്കിയുള്ളതും കഴിക്കുന്നവർക്ക് ഇത് കഴിച്ചുകൊണ്ട് പറ്റുന്നുള്ള, എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിൽ കിട്ടുന്ന ഫുഡ് ഫ്രൂട്ട് പ്ലേറ്റ് ആയിരുന്നു. പക്ഷെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. നല്ല രീതിയിലെല്ലാം പോയി. പിന്നെ ഇവരെല്ലാവരും വളരെ എൻജോയ് ചെയ്തു ഇന്നലത്തെ കയാക്കിംഗ്, ബോട്ടിംഗ്, ട്രക്കിംഗ്. പിന്നെ ഇവിടുത്തെ ഇനി പ്രോഗ്രാംസ് ഇനി മുന്നിലേക്കുള്ളപ്പോൾ സനുജിയുടെ പെർമനന്റ് സ്റ്റേ ചെയ്തിട്ട് അറിയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നിലേക്കും പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തീർച്ചയായിട്ടും വരാം. വളരെ ഒരു നല്ല ഇതായിരുന്നു. ക്ലാസ്സിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് ഫുഡിന്റെ എക്സർസൈസ്, ഒരു ലൈഫിന് വേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ കുറച്ചെങ്കിലും 50% നമ്മളത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ലൈഫിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതിന് ഞങ്ങൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോകുമ്പോൾ. ഈ പറയാന്ന് വെച്ചാ ഞാൻ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ എന്താ കുറെ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെന്താ പിന്നെ ഈ ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ട് തോന്നിയതെന്ന് വെച്ചാ നമുക്ക് എത്രത്തോളം വെച്ചാ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ എത്ര വലിയ മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെന്താ നല്ലൊരു സ്റ്റേ ആയിരുന്നു. കുറച്ചുകൂടി നേരത്തെ വരണമെന്നുണ്ടായിരുന്നു.